നമസ്തേ. ഓം ശ്രീ മാത്രേ നമ. ശ്രീദേവി അസ്ട്രോളജിക്കൽ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. മൂലം നക്ഷത്രം, ഈ നക്ഷത്രത്തിന്റെ പൊതു സ്വഭാവങ്ങളും 2025 ഇവർക്ക് എങ്ങനെ ആയിരിക്കും എന്ന് നമുക്ക് പരിശോധിക്കാം. ആദ്യം നമുക്ക് പൊതു സ്വഭാവത്തിലേക്ക് കടക്കാം. വാളുപോലെ 11 നക്ഷത്രങ്ങൾ കൂടി ചേർന്നതാണ് മൂലം നക്ഷത്രം. നിര്യതിയാണ് ദേവത. ഒരു കെട്ട് വേരുകളാണ് ചിഹ്നം. ലക്ഷ്യബോധത്തോടെ പ്രവർത്തിക്കുന്ന ഈ നക്ഷത്രക്കാർ പുതിയ പ്രസ്ഥാനങ്ങളും പ്രവർത്തനങ്ങളും തുടങ്ങാൻ സമർത്ഥരാണ്. സത്യസന്ധരായ ഇവരെപ്പോഴും നീതിപൂർവം പ്രവർത്തിക്കാൻ ഇഷ്ടപ്പെടുന്നു. സ്ത്രീകൾ ശാസ്ത്ര പുരാണങ്ങൾ കേൾക്കുന്നതിൽ താല്പര്യം പ്രദർശിപ്പിക്കും. എപ്പോഴും അണിഞ്ഞൊരുങ്ങി നടക്കണമെന്ന കാര്യത്തിൽ ഇവർക്ക് നിർബന്ധമായിരിക്കും. സ്നേഹകാര്യങ്ങളിൽ മാറ്റം വരുത്താൻ ഇവർക്ക് വലിയ പ്രയാസമുണ്ടാവില്ല. മനസാക്ഷിയോടെ പെരുമാറുന്നവരും ആത്മാർത്ഥതയും ധർമ്മബോധവും കാത്തു സൂക്ഷിക്കുന്നവരുമാണ്. പെരുമാറ്റത്തിൽ ശാന്തതയും സൗമ്യതയും ഉണ്ടാവും. സന്ദർഭത്തിനനുസരിച്ച് പെരുമാറുകയും അതുപോലെ തന്നെ ജീവിക്കുകയും ചെയ്യും. അടുക്കും ചിട്ടയും കൂടാതെയുള്ള ഒരു ജീവിതമായിരിക്കും ഇവർക്കുള്ളത്. ക്ഷിപ്രകോപിയാണ്. കോപമുണ്ടായാൽ നിർദാക്ഷിണ്യം പെരുമാറും. ഒരു പ്രത്യേക ആകർഷണീയത പെരുമാറ്റത്തിൽ ഉണ്ടാകും. സുഖജീവിത തൃഷ്ണ കൂടുതലായിരിക്കും. സ്വന്തം കാര്യത്തിൽ ശ്രദ്ധ കുറവായിരിക്കും. ഏതു കാര്യത്തിലും അറിവും കഴിവും ഉണ്ടാകുമെങ്കിലും പലപ്പോഴും ശാന്തമായും വ്യക്തമായും സ്ഥിരമായും പ്രവർത്തിക്കുക വഴി, വ്യക്തതയില്ലാതെ പ്രവർത്തിക്കുന്നത് വഴി ദോഷവും വന്നു ചേരും. ഭാഗ്യദോഷം എപ്പോഴും ഇവരുടെ വളർച്ചയ്ക്ക് വിഘാതമായി വന്നേക്കാം. മറ്റുള്ളവരുടെ സ്നേഹവും ആത്മാർത്ഥതയും ഒക്കെ കാണിക്കും. വിശ്വാസം തോന്നുന്ന കാര്യങ്ങളിലും വ്യക്തികളിലും ഒക്കെ അവര് അടിയുറച്ചു വിശ്വസിക്കും. മറ്റുള്ളവർക്ക് അസൂയ തോന്നും വിധമുള്ള യാത്രകൾ നടത്തും. ലഹരി പദാർത്ഥങ്ങളിൽ താല്പര്യമുണ്ടായാൽ നിയന്ത്രണം പ്രയാസകരമായിരിക്കും. പിതൃഗുണം, സഹോദര ഗുണം ഇവ കുറഞ്ഞിരിക്കാനാണ് സാധ്യത. കലാപ്രവർത്തനങ്ങൾ, സാഹിത്യം, മോഡലിംഗ്, അഭിനയം, രാഷ്ട്രീയം എന്നീ രംഗങ്ങളിൽ വിജയസാധ്യത ഉണ്ടാവും. സ്വദേശത്തേക്കാൾ ശോഭിക്കുക അന്യദേശങ്ങളിലായിരിക്കും. കൂട്ടുകെട്ടിൽപ്പെട്ട് എങ്ങനെയെങ്കിലും പണമുണ്ടാക്കണമെന്ന ചിന്താഗതി കടന്നുകൂടും. നിർബന്ധശീലം അല്പം കൂടുതലായിരിക്കും. സ്വന്തം ചിലവിന് പണം എപ്പോഴും തികയില്ല. കടം വാങ്ങിയും ചിലവ് ചെയ്യാൻ ഇവർ മടിക്കില്ല. തൻ്റെ ഇടത്തിന് ഒരു കുറവും ഉണ്ടായിരിക്കുകയില്ല. ഉദാരമതികളും വിശ്വസ്തരുമായിരിക്കുമെങ്കിലും മറ്റുള്ളവരുടെ യോഗ്യതയെ ഇവർ അംഗീകരിക്കാൻ മടിക്കുകയില്ല. വിവാഹ കാര്യത്തിൽ കാലതാമസമോ തടസ്സമോ നേരിട്ടേക്കാം. ഏത് കാര്യത്തിനും കൂടെ നിൽക്കുന്ന പങ്കാളികളൊക്കെ ഉണ്ടാകുമെങ്കിലും അലട്ടലുകൾ, വേർപാടുകൾ ഇവ എല്ലാ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഇവർക്ക് അനുഭവിക്കേണ്ടതായി വന്നേക്കാം. അധ്യാപനം, ബിസിനസ്, പൊതുപ്രവർത്തനം, സുഗന്ധദ്രവ്യ നിർമ്മാണം എന്നീ രംഗങ്ങളിൽ വിജയസാധ്യത ഉണ്ട്. കേതുവാണ് ഇവരുടെ ദശാനാഥൻ. ധനുരാശിയിലാണ് ഇവർ ജനിച്ചിരിക്കുന്നത്. രാശിനാഥൻ ഗുരുവാണ്. അതായത് വ്യാഴപ്രീതി വരുത്തുകയും ഗണപതിക്ക് യഥാശക്തി വഴിപാടുകൾ, ഗണപതി ഭഗവാനെയും ഹനുമാൻ സ്വാമിയെയും പ്രാർത്ഥിക്കുകയും വാരാഹി ദേവിയെ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതോടുകൂടി ഇവരുടെ പ്രശ്നങ്ങൾക്ക് ഒരുവിധമൊക്കെ പരിഹാരം കണ്ടെത്താൻ കഴിയും. വർഷത്തിൻ്റെ അവസാന ഭാഗമാണ് ഇവർക്ക് ഒരു സുവർണ കാലം വരുന്നത്. അതുവരെ പ്രതിസന്ധികൾ ഇവർക്ക് ഉണ്ടാകും. ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടുന്നത് മൂലം പേരുദോഷം കേൾക്കാൻ ഇടയുണ്ട്. എല്ലാ പ്രവർത്തനങ്ങളിലും വേണ്ടത്ര ശ്രദ്ധ പുലർത്തിയാൽ നഷ്ടങ്ങൾ ഒരു പരിധിവരെ ഒഴിവാക്കാം. തറവാട്ട് സ്വത്ത് വീതം വയ്ക്കും. ഉദാസീനത ഉപേക്ഷിച്ച് എല്ലാ രംഗത്തും ശുഷ്കാന്തിയോടെ പ്രവർത്തിക്കും.
ധാരാളം ജോലികൾ ചെയ്ത് തീർക്കാനുണ്ടെങ്കിലും ഒന്നിലും ഒരു ശ്രദ്ധ കാണിക്കുകയില്ല. മനസ്സന്തോഷം പൊതുവെ കുറയും. ജോലിസ്ഥലത്ത് മേലധികാരികളിൽ നിന്ന് എതിർപ്പുണ്ടാകും. സാമ്പത്തികമായി അല്പം മോശമാണ്. വസ്തുവകകൾ വിൽക്കാൻ ശ്രമിക്കുമെങ്കിലും അതൊന്നും വിൽപ്പന എളുപ്പത്തിൽ നടക്കുകയില്ല. സ്വന്തം കയ്യിലുള്ള പണം കടം കൊടുത്ത് തൻ്റെ ആവശ്യത്തിന് മറ്റുള്ളവരിൽ നിന്നും കടം വാങ്ങുന്നതാണ്. അനാവശ്യ കാര്യങ്ങളിൽ ഇടപെട്ട് മനസ്സ് വേദനിക്കും. വരുമാനം നന്നേ കുറയും. ദേഹാരോഗ്യവും കുറയും. ചെയ്തു തീർക്കേണ്ട കാര്യങ്ങളെല്ലാം ബാക്കിയാകും. രാഷ്ട്രീയക്കാർക്ക് അല്പം അനുകൂല സമയമാണ്. സഹായികളിൽ നിന്ന് വേണ്ടത്ര ഗുണം പ്രതീക്ഷിക്കേണ്ടതില്ല. കലാകാരന്മാർക്ക് പ്രശസ്തി വർദ്ധിക്കും. വീടോ വാഹനമോ ക്രയവിക്രയം ചെയ്യും. ദൂരയാത്രകൾ ഗുണഫലം ചെയ്യും. ഉദ്യോഗത്തിൽ പ്രമോഷൻ തരപ്പെടും. ബിസിനസ്സിൽ ആദായം അല്പം വർദ്ധിക്കും. സന്താനങ്ങൾ മുഖേന സാമ്പത്തിക വിഷമങ്ങൾ ഉണ്ടായേക്കാം. ആദായ നികുതി വകുപ്പിൽ നിന്നും ചില ഭീഷണികൾ വന്നേക്കാം. സ്വകാര്യ സ്വത്തിനെ പറ്റി ചിന്തിച്ച് വിഷമമുണ്ടാകും. വ്യാപാരത്തിൽ പൂർവാധികം ലാഭം കിട്ടിക്കൊണ്ടിരിക്കും. തെരഞ്ഞെടുപ്പിലും മറ്റും വിജയിക്കും. ആരോപണങ്ങൾക്ക് വിധേയനാകാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. യാത്രാവേളയിൽ വിലപ്പെട്ട രേഖകളും പണവും നഷ്ടപ്പെടാനും യോഗം കാണുന്നു. വിനോദ ഉപാധികൾക്കായി പണം ചെലവഴിക്കും. കർമ്മരംഗം പൊതുവെ നന്നായിരിക്കില്ല. വാക്തർക്കങ്ങളിൽ നിന്നും കഴിയുന്നതും ഒഴിഞ്ഞു നിൽക്കുന്നത് നന്നായിരിക്കും. പൊതുവെ പറഞ്ഞാൽ ഗുണദോഷ സമ്മിശ്രമായ ഒരു കാലമാണ് 2025. ഈ സമയത്ത് ആദ്യ ഭാഗങ്ങളിൽ മെയ് മാസം വരെയുള്ള സമയം ഗണപതി ഭഗവാനെയും ആഞ്ജനേയ സ്വാമിയെയും പ്രാർത്ഥിക്കുന്നതും അതുപോലെ തന്നെ വ്യാഴപ്രീതിക്കായി ദാനധർമ്മങ്ങൾ ചെയ്യുന്നത്, സത്സംഗങ്ങളിൽ പങ്കെടുക്കുന്നതൊക്കെ ഗുണഫലങ്ങൾ നൽകും. വിഷ്ണു സഹസ്രനാമം സ്തോത്രം ആലപിക്കുന്നത്, അതുപോലെ തന്നെ വിഷ്ണു അഷ്ടോത്തരം ജപിക്കുന്നത്, രാജഗോപാല മന്ത്രം ജപിക്കുന്നതൊക്കെ ഇവരുടെ പ്രതിസന്ധികളിൽ നിന്ന് രക്ഷപ്പെടാൻ ഇവരെ സഹായിക്കും. വാരാഹി അമ്മയെ പ്രാർത്ഥിക്കുകയും മൂകാംബിക ദേവി ക്ഷേത്രത്തിൽ ദർശനം നടത്തി യഥാശക്തി വഴിപാടുകൾ കഴിക്കുമ്പോൾ പ്രശ്നങ്ങൾക്ക് ഒരു പരിധിവരെ സമാധാനം കണ്ടെത്താൻ സാധിക്കും. എല്ലാവരും ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുവാനായി മൂലനക്ഷത്രത്തിൽപ്പെട്ടവർക്ക് പ്രത്യേകം അതിനുള്ള ഒരു അനുഗ്രഹം ദേവി തരട്ടെ. ഗണപതിയെയും ഹനുമാൻ സ്വാമിയെയും പ്രാർത്ഥിച്ച് എല്ലാം മംഗളമായി തീരുവാൻ ഭഗവതിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.